ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എളുപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോ മസാല കറിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു പകുതി സവാള ഇട്ട് കൊടുക്കുന്നു. അതായത് ഇതുപോലുള്ള ഒരു സവാളയുടെ പകുതിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇടാനുള്ളത് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ചതച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, എങ്കിലും വെളുത്തുള്ളി ചേർക്കാതിരിക്കരുത്. ഇനി നമ്മൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ്. ഇനി അതിൽ വേകാൻ പാകത്തിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി പെരുംജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും അതിലിട്ട പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കടുകും പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പെരുംജീരകം ചതച്ചതും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, അതിൽ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മസാലയിൽ തന്നെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചേരുവകൾ കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.